ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. ഇത് നമ്മളുടെ IPL ടീം റിവ്യൂ സീരീസിലെ അവസാനത്തെ വീഡിയോ ആണ്. ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. ഈ സപ്പോർട്ടാണ് ഇനിയും കൂടുതൽ വീഡിയോകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരാനുള്ള ഒരു പ്രചോദനം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇനി നമുക്ക് ഒരു ടീം മാത്രമേ ബാക്കിയുള്ളൂ, സാക്ഷാൽ MS ധോണിയുടെ ചെന്നൈ സൂപ്പർ കിങ്സ്. IPL മോസ്റ്റ് സക്സസ്ഫുൾ ടീമുകളിലൊന്നാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. 5 തവണയാണ് MS ഡിയും സംഘവും IPL കിരീടത്തിൽ മുത്തമിട്ടത്. കൺസിസ്റ്റൻസിയുടെ കാര്യമെടുത്താൽ മുംബൈയേക്കാൾ ഒരു പടി കൂടി മുന്നിലാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. കാരണം ഇതുവരെ അവർ കളിച്ച 15 സീസണുകളിൽ 3 തവണ മാത്രമേ അവർ പ്ലേ ഓഫ് കാണാതെ പുറത്തായിട്ടുള്ളൂ. ആ 3ഉം കഴിഞ്ഞ 5 സീസണുകളിലായിരുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. ഇതിനിടയിലുള്ള 2 സീസണുകളിൽ അവർ കപ്പ് മേടിച്ചു. നമ്മൾ മുംബൈ ഇന്ത്യൻസിനെ പറ്റി വീഡിയോ ചെയ്തപ്പോൾ അവരുടെ ടാലന്റ് സ്കൗട്ടിനെ പറ്റി സംസാരിച്ചിരുന്നു. രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് നിരവധി താരങ്ങളെ മുംബൈ ഇന്ത്യൻസ് ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. ജസ്പ്രീത് ബുംറ, ഹാർദിക് പാണ്ഡ്യ എന്നിവർ അവരിൽ ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. അതുമായി കമ്പയർ ചെയ്യുമ്പോൾ CSKയുടെ കാര്യം വ്യത്യസ്തമാണ്. അവർക്കൊരു പ്ലെയറിന്റെ പ്രായമോ ഫോമോ ഒന്നും ഒരു പ്രശ്നമല്ല. ആ താരത്തിൽ നിന്ന് എങ്ങനെ മാക്സിമം ഔട്ട്പുട്ട് എടുക്കണമെന്ന് അവർക്ക് നന്നായി അറിയാം. അതൊരു CSK മാജിക് ആണ്. മറ്റ് ടീമുകളിൽ മോശം പ്രകടനം നടത്തുന്നവർ പോലും CSKയിൽ എത്തുമ്പോൾ ഫോം ആവും. അവരുടെ പെർഫോമൻസുകൾ കാണുമ്പോൾ ഇനി ഇവർ തന്നെയാണോ ആ ടീമുകളിൽ കളിച്ചതെന്ന് വരെ നമുക്ക് തോന്നിപ്പോകും. ഞാൻ KKRന്റെ വീഡിയോയിൽ പറഞ്ഞ രഹാനയുടെ കാര്യം ഒരു ഉദാഹരണമാണ്. തന്റെ കരിയറിലുടനീളം ഒരു 130 സ്ട്രൈക്ക് റേറ്റിൽ കളിച്ചുകൊണ്ടിരുന്ന രഹാനയുടെ ഒരു V2 വെർഷനാണ് നമ്മൾ ചെന്നൈ സൂപ്പർ കിങ്സിൽ കണ്ടത്. CSKയിൽ എത്തിയപ്പോൾ രഹാനയുടെ സ്ട്രൈക്ക് റേറ്റ് ആ 130-ൽ നിന്ന് 160-ആയും 170-ആയും ഉയർന്നു. ഇങ്ങനെ എത്രയെത്ര ഉദാഹരണങ്ങൾ. നമ്മൾ ഇനി ഈ സീസണിലേക്ക് വന്നാൽ MS ധോണി, ഋതുരാജ് ഗെയ്ക്വാദ്, രവീന്ദ്ര ജഡേജ, മതീഷ പതിരാന, ശിവം ദുബെ എന്നീ താരങ്ങളെ നിലനിർത്തിയാണ് അവർ മെഗാ ഓപ്ഷൻ എത്തിയത്. ഇതുകൂടാതെ മെഗാലയലത്തിൽ ഒരുപിടി മികച്ച താരങ്ങളെ സ്വന്തമാക്കാനും CSKക്ക് കഴിഞ്ഞിട്ടുണ്ട്. പതിവ് പോലെ അവർ കൂടുതലും ലക്ഷ്യമിട്ടത് നേരത്തെ CSKയിൽ കളിച്ചു പരിചയമുള്ള താരങ്ങളെയാണ്. രവിചന്ദ്രൻ അശ്വിൻ, ഡെവോൺ കോൺവേ, രച്ചിൻ രവീന്ദ്ര, സാം കൊറൻ തുടങ്ങിയവർ അതിനുദാഹരണങ്ങളാണ്. ഇനി നമുക്ക് അവരുടെ സാധ്യതാ പ്ലേയിങ് 11 നോക്കാം. കഴിഞ്ഞ സീസണിലേതുപോലെ ഋതുരാജ് ഗെയ്ക്വാദ് തന്നെയാണ് ഈ സീസണിലും CSKയുടെ നായകൻ. കോച്ചായി പതിവ് പോലെ സ്റ്റീഫൻ ഫ്ലെമിംഗ്. ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന ടീമിനെ പറ്റി സംസാരിക്കുമ്പോൾ അവരുടെ ഹോം ഡോമിനേഷനെ പറ്റി നമുക്ക് പറയാതെ മുന്നോട്ട് പോകാനാകില്ല. അതായത് തങ്ങളുടെ ഹോം ഗ്രൗണ്ടായ ചെപ്പോക്കിൽ അത്രയും ഡോമിനന്റ് ആയിട്ടുള്ള ഒരു സൈഡാണവർ. ഹോം ആൻഡ് അവേ ഫോർമാറ്റിൽ മുന്നോട്ട് പോകുന്ന IPL പോലെ ഒരു ടൂർണമെന്റിൽ ഹോം ഗ്രൗണ്ടിൽ ആധിപത്യം പുലർത്തുക എന്നത് അത്രയും പ്രധാനമായ കാര്യമാണ്. ആ കാര്യത്തിൽ ഏറ്റവും മികവ് തെളിയിച്ച ടീമാണ് CSK. ചെപ്പോക്കിൽ ചെന്ന് CSKയെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇനി അവരുടെ സ്ക്വാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ഹോം ഗ്രൗണ്ടിന് ഉതകുന്ന രീതിയിലാണ് അവർ ഒരു ടീം ഫോം ചെയ്തിരിക്കുന്നത്. അതായത് ഹോം ഗ്രൗണ്ടിൽ ഒരു 7-5 മത്സരങ്ങളൊക്കെ ജയിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും പ്ലേ ഓഫിലെത്താനുള്ള സാധ്യത വർദ്ധിക്കും. ആ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടാണ് അവർ ഈ ടീം ബിൽഡ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവരുടെ സാധ്യത 11ലേക്ക് പോകാം. ഓപ്പണറായി ക്യാപ്റ്റനായ ഋതുരാജ് ഗെയ്ക്വാദ്. നമുക്കറിയാം ഋതുരാജ് ഗെയ്ക്വാദ് കൺസിസ്റ്റന്റ് ആയ ഒരു ബാറ്ററാണ്. അതായത് മികച്ച ക്ലാസിക് ഷോട്ടുകൾ കളിക്കാൻ കെൽപ്പുള്ള ഒരു ബാറ്റർ. CSKയ്ക്കായി ഈ കഴിഞ്ഞ സീസണുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഋതുരാജ് ഗെയ്ക്വാദിന് കഴിഞ്ഞിട്ടുണ്ട്. ഗെയ്ക്വാദ് പുലർത്തിയ കൺസിസ്റ്റൻസിയുടെ ഫലമാണ് ക്യാപ്റ്റൻ സ്ഥാനവും. ഇനി ഗെയ്ക്വാദിന് ഓപ്പണിംഗ് പാർട്ണറായി കഴിഞ്ഞ സീസണിലേതുപോലെ 2 ഓപ്ഷനുകളാണുള്ളത്. ഒന്ന് ഡെവൺ കോൺവേ, 2 രച്ചിൻ രവീന്ദ്ര. രണ്ടുപേരും ന്യൂസിലൻഡ് താരങ്ങളാണ്. മിക്കവാറും ഡെവൺ കോൺവേ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും രച്ചിൻ രവീന്ദ്ര പ്ലേയിങ് ലെവലിൽ എത്താനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ആദ്യ മത്സരത്തിൽ അല്ലെങ്കിൽ വരും മത്സരങ്ങളിൽ രച്ചിൻ രവീന്ദ്ര ഉറപ്പായും ടീമിലെത്തും. ഇനി മിഡിൽ ഓർഡറിലേക്ക് നോക്കിയാൽ രാഹുൽ ത്രിപതി, ശിവം ദുബെ, ദീപക് ഹൂഡ. രാഹുൽ ത്രിപതിയുടെ കാര്യം നമുക്കറിയാം. മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ കാലിബറുള്ള പ്ലെയറാണ്. കഴിഞ്ഞ സീസണിൽ ത്രിപതി സൺറൈസേഴ്സിലായിരുന്നു. സൺറൈസേഴ്സിന്റെ കഴിഞ്ഞ സീസണിലെ ബാറ്റിംഗ് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ തന്റെ ആ ഒരു കേപ്പബിലിറ്റി പ്രൂവ് ചെയ്യാനായിട്ട് കാര്യമായ അവസരങ്ങളൊന്നും രാഹുൽ ത്രിപതിക്ക് ലഭിച്ചിരുന്നില്ല. നല്ല ഉയർന്ന സ്ട്രൈക്ക് റേറ്റിൽ കളിക്കാൻ കഴിവുള്ള താരമാണ് രാഹുൽ ത്രിപതി എന്ന് പലവട്ടം തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ത്രിപതി തന്നെ 1 ഡൗൺ ഇറങ്ങാനാണ് ചാൻസ്. അത് കഴിഞ്ഞ് 4ാമനായി ശിവം ദുബെ. കഴിഞ്ഞ സീസണുകളിൽ CSKയ്ക്കായി മികച്ച പ്രകടനം കാഴ്ചവെച്ച താരമാണ് ശിവം ദുബെ. അതുകൊണ്ട് തന്നെയാണ് അവർ ശിവം ദുബെയെ നിലനിർത്തിയത്. ഈ ബാറ്റിംഗ് ഓർഡറിലെ ഒരു വൈറ്റൽ കോഗ് എന്ന് നമുക്ക് ശിവം ദുബെയെ വിശേഷിപ്പിക്കാം. IPL ഈ മിഡിൽ ഓവേഴ്സിന്റെ കാര്യം വരുമ്പോൾ കൂടുതലും സ്പിന്നേഴ്സ് ആയിരിക്കും ആ സമയത്ത് ബോൾ ചെയ്യുക. അതുകൊണ്ട് തന്നെ മിഡിൽ ഓവേഴ്സ് കൺട്രോൾ ചെയ്യണമെങ്കിൽ സ്പിന്നർമാരെ ആക്രമിക്കുക എന്നത് അത്യാവശ്യമായ ഒരു കാര്യമാണ്. പ്രോപ്പറായി സ്പിന്നേഴ്സിനെ അറ്റാക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ മിഡിൽ ഓവേഴ്സിൽ റണ്ണ് കുറയുകയും പിന്നീട് അത് ഫിനിഷിംഗിൽ മേക്കപ്പ് ചെയ്യേണ്ടതായ ഒരു അവസ്ഥ വരികയും ചെയ്യും. നമ്മൾ RCBയുടെ വീഡിയോ ചെയ്തപ്പോൾ രജത് പട്ടിദാർ 4ാം നമ്പറിൽ ഇറങ്ങേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. കാരണം രജത് പട്ടിദാർ സ്പിന്നിനെതിരെ അത്രയും നല്ല സ്ട്രൈക്ക് റേറ്റിൽ കളിക്കുന്ന ഒരു ബാറ്ററാണ്. പട്ടിദാറിനെ പോലെ തന്നെ സ്പിന്നേഴ്സിനെ അറ്റാക്ക് ചെയ്യാൻ കഴിവുള്ള ഒരു പ്ലെയറാണ് ശിവം ദുബെ. ശിവം ദുബെ മികച്ച ഫോമിൽ എത്തിക്കഴിഞ്ഞാൽ CSKയ്ക്ക് മിഡിൽ ഓവേഴ്സ് കൺട്രോൾ ചെയ്യാൻ കഴിയും. ഇനി 5ാമനായി 2 ഓപ്ഷനുകളാണുള്ളത്. ഒന്ന് ദീപക് ഹൂഡ, 2 വിജയ് ശങ്കർ. എന്റെ അഭിപ്രായത്തിൽ ദീപക് ഹൂഡ സ്റ്റാർട്ട് ചെയ്യാനാണ് ഞാൻ ചാൻസ് കാണുന്നത്. ദീപക് ഹൂഡ മികച്ച പ്ലെയറാണ്, അതുപോലെ ഒരു ഓൾറൗണ്ട് ഓപ്ഷനുമാണ്. എന്നാൽ ഇക്കഴിഞ്ഞ സീസണുകളിൽ തന്റെ ഒരു കഴിവിനൊത്ത പ്രകടനങ്ങൾ പുറത്തെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ കുറവാണ്. നമുക്കറിയാം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ 2020 ടീമിൽ ഓപ്പണിംഗ് സ്ലോട്ടിൽ വരെ ഇറങ്ങി സെഞ്ചുറി അടിച്ചിട്ടുള്ള പ്ലെയറാണ് ദീപക് ഹൂഡ. പക്ഷേ പിന്നീട് നാഷണൽ ടീമിൽ നിന്ന് പോവുകയും പിന്നീട് നമ്മുടെ IPL കാര്യമായ പ്രകടനങ്ങൾ ആ സമയത്ത് നടത്തിയതുപോലെ കാര്യമായ പ്രകടനങ്ങൾ കാഴ്ചവെക്കാനും കഴിഞ്ഞില്ല. കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണെങ്കിലും CSK പോലൊരു സെറ്റപ്പിൽ വരുമ്പോൾ ദീപക് ഹൂഡയ്ക്ക് തന്റെ ഒരു പൊട്ടൻഷ്യൽ പുറത്തെടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ലോവർ മിഡിൽ ഓർഡറിലേക്ക് വന്നാൽ 6ാമനായി സാം കറൻ.
2020-21 സീസണുകളിൽ CSKയ്ക്കായി കളിച്ചിട്ടുള്ള താരമാണ് സാം ഖുറാൻ. കഴിഞ്ഞ സീസണിൽ പഞ്ചാബ് കിങ്സിനൊപ്പമായിരുന്നു. ഈ സാം ഖുറാന്റെ കാര്യമെടുത്താലും ഈ അടുത്തുള്ള ഫോം അത്ര ആശാവഹമല്ല. 2022 T20 വേൾഡ് കപ്പിൽ തന്റെ ഒരു ഫോമിന്റെ ഒരു പീക്കിലായിരുന്നു സാം ഖുറാൻ. ഇപ്പോൾ ഫൈനലിൽ മാൻ ഓഫ് ദി മാച്ച് ആയതും ആ ടൂർണമെന്റിലെ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആയതും മറ്റാരുമല്ല, സാം ഖുറാൻ തന്നെയാണ്. ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ആ ടൂർണമെന്റിൽ തിളങ്ങാൻ സാം ഖുറാൻ ആയിരുന്നു. എന്നാൽ അതിനുശേഷം പിന്നീട് അത്തരത്തിലൊരു പെർഫോമൻസ് റിക്രിയേറ്റ് ചെയ്യാൻ സാം ഖുറാന് കഴിഞ്ഞിട്ടില്ല. ഇനി ഏഴാമനായി വരുന്നത് ചെന്നൈയുടെ വിശ്വസ്തനായ രവീന്ദ്ര ജഡേജയാണ്. ജഡേജയെ പറ്റി നമുക്കധികം പറയേണ്ട കാര്യമൊന്നുമില്ല. ഇനി ബാറ്റിംഗിലായാലും ബോളിംഗിലായാലും CSKയ്ക്ക് വേണ്ടി മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ ജഡേജയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതും ക്രൂഷ്യലായ സിറ്റുവേഷനിൽ, അതായത് അന്ന് ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ ഫൈനലിൽ തോൽവിയുടെ അറ്റത്ത് നിന്നാണ് ജഡേജ ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ചത്. അപ്പോൾ അതുപോലെ ക്രൂഷ്യൽ ആയിട്ടുള്ള പെർഫോമൻസ് എന്നും CSKയ്ക്ക് വേണ്ടി കളിച്ചിട്ടുള്ള ആളാണ് ജഡേജ. ഇനി എട്ടാമനായി സാക്ഷാൽ MS ധോണി. കഴിഞ്ഞ കുറച്ച് സീസണുകളിലായി ഈ ഒരു നമ്പറിലാണ് MS ധോണി ഇറങ്ങുന്നത്. അതായത് വെറും 10-15 ബോളുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ വന്ന് മാക്സിമം റൺസ് അടിച്ച് തിരികെ പോകുക എന്നുള്ളതാണ് MS ധോണി കഴിഞ്ഞ കുറച്ച് സീസണുകളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ സീസണിലായാലും അതിന് മുന്നത്തെ സീസണിലായാലും അങ്ങനെ അവസാനം വന്ന് കുറച്ച് കമിയോ റോൾസുകൾ കളിക്കാൻ ധോണിക്കായിട്ടുണ്ട്. ഇത്തവണയും ആ ഒരു റോൾ തന്നെയാവും ധോണി ചെയ്യുക. അതായത് കൂടിപ്പോലൊരു 10 ബോളുകൾ നേരിട്ട് ഒരു 25 റൺസ് എടുത്ത് ടീമിനെ ഒരു മികച്ച സ്കോറിലേക്ക് എത്തിക്കുക. CSKയ്ക്ക് ആ ഒരു ഫിനിഷിംഗ് ടച്ച് ധോണി നൽകും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. അത് കഴിഞ്ഞ് 9-മതായി അശ്വിൻ തന്റെ കരിയറിന്റെ ഒരു ലാസ്റ്റ് ഫേസിലാണ്. ആ ഒരു സമയത്ത് തന്റെ ഹോം ടീമായ CSKയിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ് അശ്വിന്റെ കാര്യം പറഞ്ഞാൽ തന്റെ ബോളിംഗ് കൊണ്ട് എതിരാളികളെ റെസ്ട്രിക്ട് ചെയ്യുക മാത്രമല്ല, ബാറ്റ് കൊണ്ടും അത്യാവശ്യം കോൺട്രിബ്യൂഷൻ അശ്വിൻ നൽകാറുണ്ട്. അതുകൊണ്ട് തന്നെ സാഹചര്യം അനുസരിച്ച് വേണമെങ്കിൽ അശ്വിന് ബാറ്റിംഗ് ഓർഡറിൽ ഒരു സ്ഥാനക്കയറ്റവും നൽകാവുന്നതാണ്. അത് കഴിഞ്ഞ് 10-മതായി നൂർ അഹമ്മദ്. ഈ ഓപ്ഷനിൽ CSKയുടെ വൺ ഓഫ് ദി മോസ്റ്റ് എക്സ്പെൻസീവ് ബൈസ് ആയിരുന്നു നൂർ അഹമ്മദ് എടുത്തതിന് ഒറ്റ കാരണമേ ഉള്ളൂ: ചെപ്പോക്കൽ സ്പിന്നു കൊണ്ട് എതിരാളികളെ വരിഞ്ഞു മുറുക്കുക. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സ്ക്വാഡിൽ തന്നെ 2 വേൾഡ് ക്ലാസ് സ്പിന്നേഴ്സ് വന്നു കഴിഞ്ഞു: രവിചന്ദ്രൻ അശ്വിനും രവീന്ദ്ര ജഡേജയും. അതുകൂടാതെയാണ് 3-മത്തെ സ്പിന്നറായി നൂർ അഹമ്മദ് വരുന്നത്. സ്പിന്നിനെ തുണയ്ക്കുന്ന ചെപ്പോക്കൽ എതിരാളികളെ വരിഞ്ഞു മുറുക്കി മിഡിൽ ഓവേഴ്സിൽ തന്നെ ആ ഗെയിമിന്റെ കൺട്രോൾ ഏറ്റെടുത്ത് ആ ഒരു മിഡിൽ ഫേസ് തന്നെ ഗെയിം കില്ല് ചെയ്യുക എന്ന ഉദ്ദേശമാണ് CSKയ്ക്കുള്ളത്. കഴിഞ്ഞ വർഷം GTക്ക് വേണ്ടിയായാലും അതിനുശേഷം പിന്നീട് കളിച്ച ടൂർണമെന്റിലായാലും നല്ല രീതിയിൽ തന്നെയാണ് നൂർ അഹമ്മദ് പന്തെറിയുന്നത്. അത് കഴിഞ്ഞ് 11-മനായി ഖലീൽ അഹമ്മദ്. CSK ബോളിംഗ് ലൈനപ്പിലേക്ക് നല്ലൊരു അഡീഷനാണ് ഡൽഹി ക്യാപിറ്റൽസിൽ നിന്നെത്തിയ ഖലീൽ അഹമ്മദ്. ഖലീൽ DCക്ക് വേണ്ടി നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള പ്ലെയറാണ്. അതായത് ബോൾ സ്വിംഗ് ചെയ്യാനും പവർ പ്ലേയിൽ തന്നെ വിക്കറ്റ് എടുക്കാനും കഴിവുള്ള ഒരു പ്ലെയർ. ഈ ഇമ്പാക്ട് പ്ലെയറായി ശ്രീലങ്കൻ താരം മദീഷ പതിരാനയെ മിക്കവാറും ഡെത്ത് ഓവേഴ്സിലായിരിക്കും CSK യൂസ് ചെയ്യുക. ശ്രീലങ്കൻ ഇതിഹാസമായ ലസിത് മലിംഗയെ പോലെ സൈഡ് ആം ആക്ഷനും യോർക്കറുകളും തന്നെയാണ് പതിരാനയുടെ മുഖമുദ്ര. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്റെ ബോളിംഗ് ആക്ഷനിൽ വരുത്തിയ ചെറിയൊരു ചേഞ്ച് മൂലം ആ എഫിഷ്യൻസി ഒരു അല്പം കുറഞ്ഞു എന്നുള്ളത് ഒരു സംശയമാണ്. ഈ സീസണിനായി CSK ക്യാമ്പിലെത്തിയ പതിരാന തന്റെ പഴയ ആക്ഷനിലേക്ക് മടങ്ങിപ്പോയി എന്നും കേൾക്കുന്നുണ്ട്. എന്റെ അഭിപ്രായത്തിൽ ആക്ഷനിൽ വരുത്തിയ ആ ഒരു ചേഞ്ച് പതിരാനയുടെ പെർഫോമൻസിനെ തീർച്ചയായും ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പഴയ ആക്ഷനിലേക്ക് മടങ്ങിപ്പോകുക തന്നെ ആയിരിക്കും പതിരാനയ്ക്കും CSKയ്ക്കും നല്ലത്. അപ്പോൾ ഇതാണ് അവരുടെ പ്ലേയിങ് 12, അതായത് പ്ലേയിങ് 11 പ്ലസ് ഇമ്പാക്ട് പ്ലെയർ ആയി വരുന്നത്. നമുക്കൊന്നുകൂടി നോക്കാം. ഓപ്പണേഴ്സായി ഗെയ്ക്വാദ്, പിന്നെ കോൺവേ അല്ലെങ്കിൽ രചിൻ രവീന്ദ്ര, പിന്നീട് 1 ഡൗണായി രാഹുൽ ത്രിപതി, 4-മനായി ശിവം ദുബെ, പിന്നീട് ദീപക് ഹുഡ അല്ലെങ്കിൽ വിജയ് ശങ്കർ, സാം ഖുറാൻ, രവീന്ദ്ര ജഡേജ, MS ധോണി, രവിചന്ദ്രൻ അശ്വിൻ, നൂർ അഹമ്മദ്, ഖലീൽ അഹമ്മദ്, മദീഷ പതിരാന. ഈ ഒരു പ്ലേയിങ് 12 നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. അതായത് അത്ര ഡേഞ്ചറസ് ആയുള്ള സൈഡായിട്ട് ഇവരെ തോന്നുന്നില്ല എന്നതാണ് സത്യം. ഇപ്പോൾ ചില ടീമിന്റെ ഒരു പ്ലേയിങ് 11 അല്ലെങ്കിൽ ഒരു ബാറ്റിംഗ് ഓർഡർ ഒക്കെ നോക്കുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ഭയപ്പെടും. ഉദാഹരണത്തിന് സൺറൈസേഴ്സിന്റെ, അതായത് ഓപ്പണിംഗിൽ അഭിഷേക് ശർമ്മ, ട്രാവിസ് ഹെഡ്, പിന്നീട് ഇഷാൻ കിഷൻ, ഹൈൻറിച്ച് ക്ലാസൻ, നിതീഷ് റെഡ്ഡി, അങ്ങനെ ആ ഒരു ഭയങ്കര സ്ട്രെങ്ത് ആയിട്ടുള്ള ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് നിര. പക്ഷേ ഇവരുടെ സൈഡ് നോക്കിയാൽ അങ്ങനെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സൈഡായിട്ട് നമുക്ക് തോന്നില്ല. അതായത് ആ ബാറ്റിംഗ് ഓർഡറിന്റെ കാര്യം പറഞ്ഞാൽ ഒരു പവർ ഹിറ്റേഴ്സ് കുറവുള്ള ഒരു ഫീല് നമുക്ക് കിട്ടും, പ്രത്യേകിച്ച് മിഡിൽ ഓർഡറിൽ. രാഹുൽ ത്രിപതി, ശിവം ദുബെ, ദീപക് ഹുഡ, സാം ഖുറാൻ ഇവിടെ വരുമ്പോൾ അങ്ങനെ ആ ഒരു പവർ ഹിറ്റർ എന്നൊരു ലേബൽ ഉള്ളത് ശിവം ദുബൈക്ക് മാത്രമാണ്. അതായത് ആ മിഡിൽ ഓവേഴ്സിൽ സ്പിന്നേഴ്സിനെയൊക്കെ യഥേഷ്ടം സിക്സറുകൾ പറത്താൻ ആ ഒരു കേപ്പബിലിറ്റി ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നത് ശിവം ദുബൈക്ക് മാത്രമാണ്. ഇനി ത്രിപാഠി ആയാലും ദീപക് ഹുഡ ആയാലും സാം ഖുറാൻ ആയാലും ഈ റീസെന്റ് പാസിൽ അങ്ങനെ ഒരു മികച്ച പെർഫോമൻസ് വന്നിട്ടുമില്ല. അവരൊരു പവർ ഹിറ്റേഴ്സും അല്ല. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞതിനൊരു കാരണമുണ്ട്. കാരണം ഇത് CSK ആണ്. അതായത് CSKയ്ക്ക് പവർ ഹിറ്റേഴ്സ് ഇല്ലെങ്കിലും നമുക്കറിയാം, ഞാൻ നേരത്തെ രഹാനയുടെ ഒരു ഉദാഹരണം പറഞ്ഞു. അതായത് ഒരു 120-130 സ്ട്രൈക്ക് റേറ്റിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലെയർ CSKയിൽ വന്നപ്പോൾ കളിച്ചത് 160-170 സ്ട്രൈക്ക് റേറ്റിലാണ്. അതായത് ആ ഒരു 6 ഹിറ്റിംഗ് പ്രോവസ്, രഹാനയുടെ ആ രീതിയിലുള്ള 6 ഹിറ്റിംഗ് ഒന്നും ഞാൻ നേരത്തെ KKRന് വേണ്ടി കളിച്ചപ്പോഴോ അതിന് മുൻപ് ഒന്നും കണ്ടിട്ടില്ല. അതും കരിയറിന്റെ ഒരു ഫാഗ് എൻഡിലാണ് രഹാന ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തിയത്. അപ്പോൾ അതുപോലെ ശിവം ദുബെ നേരത്തെ RCB കളിച്ചപ്പോൾ ഈ ഒരു ഫോമിൽ കളിച്ച പ്ലെയർ അല്ല. പക്ഷേ നമ്മുടെ CSKയിൽ എത്തിയപ്പോൾ നേരെ നിറം മാറി, അതായത് ഫോമിലെത്തി. അതൊരു ഞാൻ നേരത്തെ പറഞ്ഞ ഒരു CSK മാജിക് ആണ്. അതായത് ഉള്ള പ്ലെയേഴ്സിൽ നിന്ന് എങ്ങനെ ബെസ്റ്റ് എടുക്കണം എന്നുള്ള കാര്യം ഇവർക്കറിയാം. അപ്പോൾ ഡേഞ്ചറസ് ആയിട്ട് തോന്നുന്നില്ല, നമുക്ക് കാണുമ്പം വലിയ ഡേഞ്ചറസ് ആയിട്ട് തോന്നുന്നില്ല എങ്കിലും ഇവർക്ക് ആ ഒരു CSK മാജിക് വർക്ക് ആയി കഴിഞ്ഞാൽ ഇതൊരു ഡേഞ്ചറസ് സൈഡായിട്ട് മാറും. അതായത്
CSKയിൽ വന്നതുകൊണ്ട് അവരുടെ ഒരു നമുക്കറിയാം ഈ ദീപക് ഹൂഡ ആയാലും രാഹുൽ ത്രിപതി ആയാലും പൊട്ടൻഷ്യൽ ഉള്ള പ്ലേയേഴ്സ് ആണ്. അപ്പോൾ അവരുടെ പൊട്ടൻഷ്യൽ അനുസരിച്ചുള്ള പെർഫോമൻസ് പുറത്ത് കൊണ്ടുവരാൻ CSK മാനേജ്മെന്റിന് കഴിഞ്ഞാൽ ഇവർ ഡേഞ്ചറസ് ആണ്. അല്ലെങ്കിൽ ബാറ്റിംഗ് ഒരല്പം പ്രശ്നമാണ്. ഇനി ഞാൻ പറയുന്നത് ഇവരുടെ ഒരു ടീം ബിൽഡ് ചെയ്തിരിക്കുന്നത് ചെപ്പോക്കിന് അനുകൂലമായിട്ടാണ്. അതായത് ഹോം മത്സരങ്ങളിൽ ഇവർ ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഏറ്റവും ബെസ്റ്റ് സ്പിൻ അറ്റാക്ക് ഇവർക്കാണുള്ളത്. അശ്വിൻ, ജഡേജ, നൂർ അഹമ്മദ്. ഈ ചെപ്പോക്കിൽ വന്ന് ഇവരെ പിടിച്ചു കെട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എൻ്റെ ഒരു തിങ് അനുസരിച്ച് പ്രോപ്പറായിട്ട് ഒരു അത്യാവശ്യം നല്ല സ്പിന്ന്, പതിവ് പോലെ ചെപ്പോക്ക് പിച്ച് പോലെ സ്പിന്നിന് അത്യാവശ്യം ആ ഒരു അഡ്വാൻറ്റേജ് ഉള്ള പിച്ചാണെങ്കിൽ എതിരാളികൾ മിഡിൽ ഓവേഴ്സിൽ സ്കോർ ചെയ്യാൻ നന്നായിട്ട് വിഷമിക്കും. കാരണം ഇവർ 3 പേരും, അതായത് ഇപ്പം ജഡേജ ആയാലും അശ്വിൻ ആയാലും നൂർ അഹമ്മദ് ആയാലും എതിരാളികളെ റെസ്ട്രിക്ട് ചെയ്യാൻ, പ്രത്യേകിച്ച് അശ്വിൻ്റെ ഒരു കേപ്പബിലിറ്റി തന്നെ വിക്കറ്റ് എടുക്കുന്നതിനേക്കാൾ കൂടുതൽ എതിരാളികളെ റെസ്ട്രിക്ട് ചെയ്യുക എന്നുള്ളതാണ്. ജഡേജയും പെട്ടെന്ന് ആ ഒരു പ്രോബിംഗ് ലെങ്തിൽ ബോളറിന് മാറും. അങ്ങനെ വരുമ്പോൾ നൂർ അഹമ്മദിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയിട്ട് നൂർ അഹമ്മദിന് വിക്കറ്റ് കൊടുത്ത് ആൾക്കാർ പോവുകയും ചെയ്യും. അപ്പോൾ അവരെ എതിരാളികൾ ഒരു 130-140 തന്നെ ചുരുട്ടിക്കെട്ടാൻ പറ്റിയൊരു ടീമാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. അങ്ങനെ വരുമ്പോൾ ചെപ്പോക്കിൽ അവർ ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല. എൻ്റെ ഒരു ഇതനുസരിച്ച് ഒരു 7-5 മത്സരങ്ങളെങ്കിലും ഇവർ ജയിക്കാനാണ് സാധ്യത. കാരണം ചെപ്പോക്കിന് വേണ്ടി ഒരു ടീം തന്നെയാണ് ഇവർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ആ ഒരു സ്ക്വാഡ് ബിൽഡിംഗ് സ്ട്രാറ്റജിയിലായാലും അവരുടെ ഹോം ഗ്രൗണ്ട് ഒരു ഫോർട്രസ് ആക്കുക, അതായത് ഒരിക്കലും ഭേദിക്കപ്പെടാനാകാത്ത ഒരു കോട്ടയാക്കുക എന്നുള്ളൊരു രീതിയിലാണ് അവർ ആ സ്ക്വാഡ് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇവർക്ക് പ്രശ്നം വരുന്നത്, ഇപ്പം ഞാൻ ഈ പറഞ്ഞ സ്ക്വാഡ് വെച്ച് ഇവർക്ക് പ്രശ്നം വരുന്നത് ഇവർ പുറത്തോട്ട് പോകുമ്പോഴാണ്. അതായത് ബാക്കിയുള്ള, ഫോർ എക്സാമ്പിൾ ഇവരിപ്പോൾ ഹൈദരാബാദ് പിച്ച് എന്ന് പറയുന്നത് കഴിഞ്ഞ സീസണിൽ നല്ല റൺസ് ഒഴുകിയ പിച്ചാണ്. ബാംഗ്ലൂർ ചിന്നസ്വാമി, അതുപോലെ മുംബൈയിൽ വാങ്കഡയിലൊക്കെ പോകുമ്പോൾ ഈ ഒരു പ്രശ്നം വരും. കാരണം അവർക്കെല്ലാം പവർ ഹിറ്റേഴ്സ് ഉണ്ട്. ഹൈദരാബാദ് ടീമിൻ്റെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ല. ഇപ്പം മുംബൈക്കായാലും നല്ല മിഡിൽ ഓർഡർ ഉണ്ട്, ഇപ്പം RCBക്കായാലും നല്ല പവർ ഹിറ്റേഴ്സ് ഉണ്ട്. അതായത് ചിന്നസ്വാമിയിൽ ഒരു 220-230 ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ബാറ്റിംഗ് ഓർഡർ അവർക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്കോർ വന്നാൽ, ഉദാഹരണത്തിന് സൺറൈസേഴ്സ് ഹൈദരാബാദിൽ വെച്ച് ഇവർക്ക് ഒരു 230 അടിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ചേസ് ചെയ്യാൻ പറ്റുമോ? അതാണ് ഇവർ ഒരു ക്വസ്റ്റ്യൻ. കാരണം അതുപോലൊരു പവർ ഹിറ്റേഴ്സ് ഇല്ല. ചെപ്പോക്കിൽ അതിൻ്റെ ആവശ്യം വരത്തില്ല. കാരണം ഇവരുടെ സ്പിന്നേഴ്സ് എതിരാളികളെ എങ്ങനെയെങ്കിലും ഒരു വിധത്തിൽ ചുരുട്ടി കൂട്ടി ഒരു വഴിക്കാക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ ചെപ്പോക്കിൽ അത് ആവശ്യം വരത്തില്ല. ഈ ഒരു ടീം വെച്ചിട്ട് തന്നെ ചെപ്പോക്കിൽ സുഖമായിട്ട് ജയിക്കുകയും ചെയ്യാം. പിന്നെ പവർ ഹിറ്ററായിട്ട് അവസാനം ഒരു ഫിനിഷിംഗ് ടച്ച് നൽകാൻ ധോണിയുണ്ട്. അതല്ലാതെ ആ ഒരു പ്രശ്നം അവർക്ക് പുറത്തോട്ട് പോകുമ്പോൾ, അതായത് എവേ മാച്ചസിൽ അനുഭവപ്പെടും. അതായത് ചിലപ്പോൾ ജയ്പൂരൊന്നും അങ്ങനെ അനുഭവപ്പെടാൻ സാധ്യതയില്ല. കാരണം ജയ്പൂർ പിച്ചും ബാക്കിയുള്ള പിച്ചസിനെ അപേക്ഷിച്ച് കുറച്ച് സ്ലോ ആണ്. അപ്പോൾ അതുകൊണ്ട് ജയ്പൂരിൽ, അതുപോലെ തന്നെ പഞ്ചാബിൻ്റെ ഹോം ഗ്രൗണ്ടായ മുള്ളൻപൂർ, അവിടെ പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞ ഹൈദരാബാദ്, മുംബൈ, ബാംഗ്ലൂർ പോലുള്ള സ്ഥലങ്ങളിൽ ഈ ഒരു സ്ക്വാഡിന് ചിലപ്പോൾ പണി കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ ഒരു CSK മാജിക്ക് വർക്കൗട്ട് ആയി കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം അന്ന് രഹാനെ അടിച്ചതുപോലെ ഇപ്പോൾ ദീപക് ഹൂഡ ഫുൾ ഫോമിലായി. എല്ലാ മത്സരത്തിലും ഒരു 150+ സ്ട്രൈക്ക് റേറ്റിൽ ദീപക് ഹൂഡ കളിക്കുന്നു. അല്ലെങ്കിൽ രാഹുൽ ത്രിപതി നല്ല കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു 160-170 സ്ട്രൈക്ക് റേറ്റിൽ കളിച്ചു കഴിഞ്ഞാൽ, ശിവം ദുബൈയുടെ ആ ഒരു മിഡിൽ ഓവേഴ്സിലുള്ള ഒരു പവർ സർജൂഡ് ആവുമ്പോൾ ഇവർക്ക് പ്രശ്നമില്ലാതെ പോകും. പക്ഷെ ഇങ്ങനെ ഇവർ ആ ഒരു ഫോം ഔട്ട് ആയി കഴിഞ്ഞാൽ, അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ ത്രിപതി ആയാലും ദീപക് ഹൂഡയ്ക്ക് പകരം വിജയ് ശങ്കർ ആണെങ്കിലും അവർ ഫോം ഔട്ട് ആയി കഴിഞ്ഞാലാണ് ഇവർക്ക് പണി പാളാൻ ചാൻസ്. അപ്പോൾ ഈ ഒറ്റ നോട്ടിൽ ഈ പ്ലേയിങ് 12 നോക്കുമ്പോൾ ഒരു ഡേഞ്ചറസ് സൈഡായിട്ട് അറ്റ്ലീസ്റ്റ് ബാറ്റിംഗ് വൈസ് നമുക്ക് തോന്നുന്നില്ല. ഈ ബോളിംഗ് വൈസിലായാലും ഖലീൽ അഹമ്മദ് നല്ല ബോളറാണ്, വിക്കറ്റ് ടേക്കറാണ്, നല്ല പക്ക വിക്കറ്റ് ടേക്കറാണ്. പതിരാനെ ആയാലും ഞാൻ പറഞ്ഞ ആക്ഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു പഴയ ഒരു എഫക്റ്റീവ്നെസ് കിട്ടുന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പം വീണ്ടും അത് മാറി എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അത് വെച്ചിട്ട് പതിരാനയും എഫക്റ്റീവ് ആവും. അപ്പോൾ അങ്ങനെ ഒരു വിധത്തിൽ ഹോമിൽ നല്ല ബെസ്റ്റ് സൈഡും, അതായത് ചെപ്പോക്കിൽ വളരെ ഡേഞ്ചറസ് സൈഡും, എന്നാൽ ബാക്കിയുള്ള എവേ ഗ്രൗണ്ട്സിലേക്ക് പോകുമ്പോൾ അത്രയ്ക്ക് സ്ട്രോങ് അല്ല എന്നൊരു ഫീലാണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്, ഈ ഒരു സ്ക്വാഡിൽ നിന്ന് കിട്ടുന്നത്. ഇനി നമുക്ക് ബാക്കപ്പ് നോക്കാം. നമുക്കിനി ബെഞ്ച് സ്ട്രെങ്ത് നോക്കുകയാണെങ്കിൽ ഇവരുടെ ബെഞ്ചിൽ ഉള്ളത് ഷെയ്ഖ് റഷീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി 2022 അണ്ടർ-19 കളിച്ചൊരു പ്ലെയറാണ്, നല്ലൊരു ബാറ്ററാണ്. അത് കഴിഞ്ഞിട്ട് ഉള്ളത് ജെയ്മി ഓവർട്ടണിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൗളിംഗ് ഓൾറൗണ്ടറാണ്, ബിഗ് ഹിറ്റ്സിന് കേപ്പബിൾ ആയിട്ടുള്ള പ്ലെയറാണ്. പക്ഷേ ഈ കഴിഞ്ഞ ഇന്ത്യ സീരീസിൽ കാര്യമായിട്ടുള്ള പ്രകടനം നടത്താൻ ജെയ്മി ഓവർട്ടണിന് കഴിഞ്ഞില്ല. ചെപ്പോക്കിൽ ജെയ്മി ഓവർട്ടൺ കളിക്കുന്ന കാര്യം സംശയമാണ്. പക്ഷെ പുറത്തോട്ട് പോകുമ്പോൾ, അതായത് എവേ പിച്ചസിലേക്ക് പോകുമ്പോൾ, എവേ ഗ്രൗണ്ടിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ജെയ്മി ഓവർട്ടൺ ഇവിടെ ചാൻസ് കിട്ടിയേക്കാം. പിന്നെ നമുക്ക് ശ്രേയസ് ഗോപാൽ ഒരു സ്പിന്നറാണ്. പക്ഷെ 4 സ്പിന്നറിനെ വെച്ചിറങ്ങാൻ സാധ്യതയില്ല. അപ്പോൾ ശ്രേയസ് ഗോപാൽ പ്ലേയിങ് ലെവലിൽ എത്തുന്ന കാര്യം സംശയമാണ്. കാരണം ഓൾറെഡി അശ്വിനും ജഡേജയും ഉറപ്പാണ്. അതുപോലെ നൂർ അഹമ്മദ് മിക്കവാറും കളിക്കാൻ തന്നെയാണ് ചാൻസ്.
അപ്പോൾ അതിൻ്റെ കൂടെ ശ്രേയസ് ഗോപാലിനോടൊരു പൊസിഷൻ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ സംശയമാണ്. പിന്നീട് മുകേഷ് ചൗധരി നല്ലൊരു ഓപ്ഷനാണ്. ബോളിങ്ങിൽ നേരത്തെ CSKക്ക് വേണ്ടി കളിച്ചിട്ടുള്ള പ്ലെയറാണ്, നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നല്ലൊരു ടാലൻ്റ് ഉള്ളതെന്ന് വെച്ചാൽ അൻഷുൽ കമ്പോജ് കഴിഞ്ഞ സീസണിൽ മുംബൈക്ക് വേണ്ടി കളിച്ച പ്ലെയറാണ്. നല്ലൊരു ടാലൻ്റാണ് അൻഷുൽ കമ്പോജ്. ചിലപ്പോൾ പ്ലേയിങ് ലെവലിൽ എത്തിയേക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു പ്ലെയറാണ്. കാരണം ടാലൻറ്റഡ് ആണ്. ഒരു പക്ഷേ അൺക്യാപ്ഡായിട്ട് മുംബൈക്ക് നിലനിർത്താമായിരുന്നു, പക്ഷേ മുംബൈ ഇത് നിലനിർത്തിയില്ല എന്തുകൊണ്ടോ. പക്ഷേ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഹോപ്പുള്ളൊരു പ്ലെയറാണ് അൻഷുൽ കമ്പോജ്. പിന്നീട് ഒരു ഫാസ്റ്റ് ബൗളിങ്ങിന് ഖലീൽ അഹമ്മദിന് ഒരു ബാക്കപ്പായിട്ട് ഗുർജപ്നീത് സിംഗ് എന്ന് പറഞ്ഞൊരു ബോളറുണ്ട്. അതും ആഭ്യന്തര ക്രിക്കറ്റിൽ തരക്കേടില്ലാത്ത പ്രകടനങ്ങൾ കാഴ്ചവെച്ച ഒരു യങ് പ്ലെയറാണ്. അതുപോലെ കമലേഷ് നാഗർകോട്ടിയുടെ കാര്യം അറിയാം. അതും നമ്മുടെ അണ്ടർ 19 ടീമിൽ നിന്ന് വന്നതാണ്. ശിവമാവി, കമലേഷ് നാഗർകോട്ടിയൊക്കെ ആ ഒരു ടൈമിൽ വന്ന പ്ലേയേഴ്സാണ്. പക്ഷെ നാഗർകോട്ടി ടീം ഒരു ബാക്കപ്പായിട്ട് ഉണ്ടെങ്കിലും നാഗർകോട്ടി നമ്മുടെ പ്ലേയിങ് ലെവലിൽ എത്തുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. പിന്നീട് ഇവിടെ ഉള്ളത് നഥാൻ എല്ലിസ് ടീമിലെത്താൻ സാധ്യതയുണ്ട്. നഥാൻ എല്ലിസ് നല്ലൊരു പ്ലെയറാണ്, ഓസീസ് താരമാണ്. അതുപോലെ നമ്മളിപ്പോൾ ഓസീസ് ടീം നോക്കിക്കഴിഞ്ഞാൽ, ഓസീസിന്റെ 2020 സെറ്റപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ഥിരം സാന്നിധ്യമാണ് നഥാൻ എല്ലിസിന്റെ ഒരു റീസെന്റ് പോർട്ട്ഫോളിയോ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബിഗ് ബാഷ് നേടിയ ഹൊബാർട്ട് ഹൂറിക്കേസിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു നഥാൻ എല്ലിസ്. അപ്പോൾ തന്റെ ടീമിനെ വിജയത്തിലേക്ക് നയിച്ച ക്യാപ്റ്റനാണ് എല്ലിസ്. അപ്പോൾ എല്ലിസ് എന്തായാലും വേണമെങ്കിൽ പതിനാനയ്ക്ക് പകരമായിട്ടോ അല്ലെങ്കിൽ ഇൻ കേസ് ഞാൻ പറഞ്ഞ പോലെ പുറത്തോട്ട് പോകുമ്പോൾ, അതായത് എവേ ഗ്രൗണ്ടിലോട്ട് പോകുമ്പോൾ 3 സ്പിന്നറിന്റെ ആവശ്യമില്ല, അപ്പോൾ 2 സ്പിന്നർ മാത്രമാണെങ്കിൽ ചിലപ്പോൾ നൂർ അഹമ്മദിന് പകരം നഥാൻ എല്ലിസിനെ യൂസ് ചെയ്യാം. അത് ബാക്കിയുള്ള ഗ്രൗണ്ടുകളിലേക്ക് പോകുമ്പോൾ നഥാൻ എല്ലിസിനെ യൂസ് ചെയ്യാം. നല്ലൊരു സ്ട്രൈക്ക് ബൗളറാണ്, നല്ല കേപ്പബിലിറ്റി ഉള്ള പ്ലെയർ ആണ്. അപ്പോൾ അങ്ങനെ ഒരു യൂസ് ചെയ്യാം, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ്. പിന്നെയും ആന്ദ്രെ സിദ്ധാർത്ഥ്, രാമകൃഷ്ണ ഘോഷ്, വൻഷ് ബേദി, അങ്ങനെ കുറച്ച് പ്ലേയേഴ്സ് കൂടി ഉണ്ട്. അപ്പോൾ ഈ ബെഞ്ചിൽ നിന്ന് എനിക്ക് പ്ലേസ് കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒന്ന് നഥാൻ എല്ലിസ് ആണ്. പിന്നെ അതുപോലെ അൻഷുൽ കമ്പോജ്, പിന്നീട് മുകേഷ് ചൗധരി നേരത്തെ പ്ലേയിങ് ലെവലിൽ ഉണ്ടായിരുന്ന പ്ലെയർ ആയതുകൊണ്ട് മുകേഷ് ചൗധരിക്കും ചാൻസ് കിട്ടും എന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും ചിലപ്പോൾ പ്രിഫറൻസ് ഒരു അൻഷുൽ കമ്പോജിന് പോകാൻ ചാൻസ് ഉണ്ട്. കാരണം റീസെന്റ് പെർഫോമൻസ് നല്ലതായതുകൊണ്ട് ചിലപ്പോൾ അൻഷുൽ കമ്പോജ് പ്ലേയിങ് ലെവലിൽ എത്തിയേക്കാം. പിന്നെ അതുപോലെ ജെയ്മി ഓവർട്ടൺ, എന്തായാലും ജെയ്മി ഓവർട്ടണും ഞാൻ പറഞ്ഞൊരു കഴിഞ്ഞ ഇന്ത്യൻ സീരീസിലൊന്നും കാര്യമായിട്ടുള്ള പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും ബിഗ് ഹിറ്റിങ്ങിന് കേപ്പബിലിറ്റി ഉള്ള ഒരു ബൗളിംഗ് ഓൾറൗണ്ടർ ആണ് ഈ ജെയ്മി ഓവർട്ടൺ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് പേരുണ്ട്. ഇനി നമ്മളിപ്പം ഓപ്പണിംഗ് പറഞ്ഞ പോലെ ചിലപ്പോൾ ഡെവൻ കോൺവേ വെച്ചായിരിക്കും മിക്കവാറും സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ചിലപ്പോൾ രച്ചിൻ രവീന്ദ്ര, ഡെവൻ കോൺവേക്ക് പകരമായിട്ട് രച്ചിൻ രവീന്ദ്ര, അല്ലെങ്കിൽ ഇനി വൺ ഡൗൺ ആയിട്ട് വല്ലതും രച്ചിനെ കയറ്റാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മറ്റൊരു ഫോറിൻ പ്ലെയർ പുറത്തു പോകും. അങ്ങനെ ആയാലും ചിലപ്പോൾ സാം ഖുറാനെ മാറ്റി നമ്മുടെ രച്ചിൻ രവീന്ദ്രയെ കൊണ്ടുവന്നിട്ട് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അൻഷുൽ കമ്പോജിനെയോ മുകേഷ് ചൗധരിയോ ടീമിലിടാം. അപ്പോൾ ഒരു ഫാസ്റ്റ് ബൗളർ ആവും. നമുക്കൊരു ഏകദേശം ലൈക്ക് ഫോർ ലൈക്ക് ആണ്. കാരണം സാം ഖുറാനേക്കാൾ എന്തായാലും നന്നായി ബാറ്റ് ചെയ്യാൻ രച്ചിൻ രവീന്ദ്ര, പിന്നെ ഒരു സ്പിന്നർ ആണെന്നേ ഉള്ളൂ. സാം ഖുറാൻ ഫാസ്റ്റ് ബൗളർ ആകുമ്പോൾ നമുക്ക് പകരം ഈ അൻഷുൽ കമ്പോജിനെയോ അല്ലെങ്കിൽ മുകേഷ് ചൗധരിയോ ഒക്കെ ടീമിലിട്ടിട്ട് ആ ഒരു ഓപ്ഷൻ ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പം ബാറ്റിംഗ് ഓർഡറിൽ ചെറിയൊരു ഷഫ്ലിംഗ് വരുമെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ അത് ചിലപ്പോൾ ഒന്നുകൂടെ ഇവരുടെ ബാറ്റിങ്ങിനെ ബെറ്റർ ആകും. കാരണം അപ്പോൾ ഗെയ്ക്വാദ്, കോൺവേ, രച്ചിൻ രവീന്ദ്ര എന്ന് പറഞ്ഞ് ടോപ്പ് 3 വരും. അപ്പോൾ അങ്ങനെയും ചാൻസ് ഉണ്ട്. പക്ഷെ ആദ്യ മത്സരങ്ങളിൽ, പ്രത്യേകിച്ച് ആദ്യ മത്സരം മുംബൈക്കെതിരെ ചെപ്പോക്കിലാണ്, അവിടെ എന്തായാലും 3 സ്പിന്നേഴ്സ് ഇറങ്ങും. അപ്പോൾ എന്തായാലും നമുക്ക് അറിയാൻ പറ്റും അവരുടെ തോട്ട് പ്രോസസ്സ്. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു പ്രഡിക്റ്റഡ് ലൈനപ്പ് തന്നെങ്കിലും ചിലപ്പോൾ അവരുടെ ഒരു തോട്ട് പ്രോസസ്സ് വേറെ ആയിരിക്കും. വേണമെങ്കിൽ രച്ചിനെയും കോൺവേയും ഒരുമിച്ചിറക്കാവുന്ന ഒരു തോട്ട് പ്രോസസ്സിലായിരിക്കും അവർ. അതെന്തായാലും നമുക്ക് 23-ാം തീയതി അറിയാം. കാരണം മുംബൈക്കെതിരെയുള്ള മത്സരത്തിൽ നമുക്കത് മനസ്സിലാവും. പ്രത്യേകിച്ച് ഹോം ഗ്രൗണ്ടിൽ വെച്ച് തന്നെയാണ് ആ മത്സരം നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ബെഞ്ച്. അപ്പം ഇനിയൊന്ന് മൊത്തം കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ ഒരു ഡേഞ്ചറസ് സൈഡായിട്ട് CSK എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇത് CSK ആണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പ്ലേയേഴ്സ്, ഇപ്പം നമ്മൾ ഡേഞ്ചറസ് അല്ല എന്ന് പറയുന്ന പ്ലേയേഴ്സ് എല്ലാം അവരുടെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ പുറത്തെടുക്കാൻ സാധ്യതയുണ്ട്. കാരണം അത് തന്നെയാണ് CSKയുടെ ചരിത്രവും. നമ്മൾ പ്രതീക്ഷിക്കാത്ത താരങ്ങളാണ്. അതായത് ഇത് നേരത്തെ ഒരു സീസണിൽ ഇത് ഒരു കിഴവൻ പടയാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചപ്പോൾ അവർ കപ്പ് നേടിയാണ് അതിനെ പ്രതികരിച്ചത്. അതായത് ഇതെല്ലാം ഈ കിഴവന്മാരെല്ലാം കൂടെ എവിടെ കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞ് ട്രോളുകൾ വന്നപ്പോൾ, അതായത് നമ്മുടെ ഇന്ത്യ മൊത്തം ട്രോളുകൾ വന്നു. അതായത് യുവതാരങ്ങളെ പ്രിഫർ ചെയ്യുന്നതിന് പകരം പ്രായം കൂടി ഏജ് ഓവർ ആവാൻ പോകുന്നവരെയൊക്കെയാണ് പ്രിഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ആ സീസണിൽ കപ്പടിച്ചു. അതായത് ആ ഒരു ടീമിനെ വെച്ച് തന്നെ അവർ കപ്പടിച്ചു. അപ്പം അങ്ങനെ ഒരു സ്പെഷ്യൽ പെർഫോമൻസസ് പുറത്ത് കൊണ്ടുവരാൻ കേപ്പബിൾ ആയിട്ടുള്ളൊരു ടീമാണ് CSK. അപ്പോൾ അതുകൊണ്ട് ആ ഒരു CSK മാച്ചിക്ക് നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ പ്രതീക്ഷിക്കാത്ത താരങ്ങളൊക്കെ ഫോം ആയെന്ന് വരും. അല്ലെങ്കിൽ ഇത്രയും നാൾ ഫോം ആവാതെ കിടന്ന ഇപ്പം ഒരു പ്ലെയർ ആണെങ്കിൽ ചിലപ്പം തൻ്റെ കരിയറിലെ ചിലപ്പോൾ ഒരു പീക്ക് ഫോമിലായിരിക്കും CSKക്ക് വേണ്ടി കളിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. പക്ഷേ എങ്കിലും നമ്മളിപ്പോൾ ഒരു ടീമിനെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഒരു ഔട്ട്സെറ്റിൽ വെച്ച് നോക്കുമ്പോൾ അത്ര ഒരു ഡേഞ്ചറസ് ആയിട്ട്, ബാക്കിയുള്ള ടീമിൻ്റെ പവർ ഹിറ്റേഴ്സിനെ എല്ലാം വെച്ച് നോക്കുമ്പോൾ അത്ര ഒരു ഡേഞ്ചറസ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഇനി CSK പ്ലേ ഓഫിലേക്ക് എത്തുമോ എന്നാണ് ചോദ്യമെങ്കിൽ അവരെത്താൻ നല്ല സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവരുടെ 7 മത്സരങ്ങൾ ചെപ്പോക്കിലാണ് നടക്കുന്നത്.
അപ്പോൾ ഞാൻ നേരത്തെ ഈ വീഡിയോയിൽ പലവട്ടം സൂചിപ്പിച്ചതുപോലെ ചെപ്പോക്കിന് അനുയോജ്യമായിട്ടുള്ളൊരു ടീമാണിവർ. അങ്ങനെ ഹോം ഗ്രൗണ്ടിൽ ഒരു 7-5 മാച്ച് ജയിച്ചു എന്ന് വെക്കുക. അങ്ങനെ വരുമ്പോൾ അവരെന്തായാലും എവേ ഗ്രൗണ്ടിൽ ഒരു 2-3 മത്സരങ്ങളെങ്കിലും ജയിക്കാതിരിക്കില്ല. കാരണം ഞാൻ പറഞ്ഞ പോലെ ജയ്പൂരിൽ അവർക്ക് പറ്റിയ പിച്ചാണ്. അങ്ങനെ വരുമ്പോൾ അതുപോലെ മുള്ളൻപൂരിലായാലും അപ്പോൾ എങ്ങനെ ആ ഒരു വിന്നിംഗ് മൊമെൻറ്റം വന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ആ ഒരു 2-3 മത്സരങ്ങൾ പുറത്തും ജയിക്കും. അങ്ങനെയാണെങ്കിൽ അവർ തീർച്ചയായും പ്ലേ ഓഫ് വരും. എന്നാൽ ഇൻ കേസ് അവരുടെ ആ ഒരു സ്ട്രാറ്റജി, അതായത് സ്പിന്ന് കൊണ്ട് എതിരാളികളെ വരിഞ്ഞു മുറുക്കിയിട്ട് ആ ഒരു റൺസ് റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് ജയിക്കാം എന്നുള്ളൊരു തന്ത്രം ഇൻ കേസ് വർക്കൗട്ട് ആയില്ല എങ്കിൽ, അതായത് ചെപ്പോക്കിൽ അവർക്ക് ഏതെങ്കിലും കാരണവശാൽ പണി പാളിയാൽ, അതിന് സാധ്യത വളരെ കുറവാണ്. കാരണം അത്രയ്ക്ക് നല്ലൊരു ഹോം റെക്കോർഡുള്ള ടീമാണ് CSK. ഇൻ കേസ് ചെപ്പോക്കിൽ പണി പാളിയാൽ 7-5 ജയിക്കാൻ പറ്റില്ല, ഒരു 3-4 ജയിക്കാൻ പറ്റുള്ളൂ എങ്കിൽ ചിലപ്പോൾ പണി കിട്ടാൻ സാധ്യതയുണ്ട്. ചെപ്പോക്കിൽ ഒരു 7-4 പറ്റുള്ളൂ എങ്കിലും ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ 7-5 ജയിക്കുകയാണെങ്കിൽ അവരെന്തായാലും പ്ലേ ഓഫിൽ കയറും. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നോക്കിയാൽ പ്ലേ ഓഫിൽ കയറാൻ കേപ്പബിൾ ആയിട്ടുള്ളൊരു ടീം തന്നെയാണ് CSK. T20യിൽ ഇങ്ങനെ കുറച്ച് മത്സരങ്ങൾ ജയിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു മൊമെറ്റത്തിൻ്റെ പുറത്തങ്ങ് മുന്നോട്ട് പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ പ്ലേ ഓഫിൽ കയറാൻ ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇൻ കേസ് ഒരു പണി കിട്ടിയാൽ, ഇൻ കേസ് ഹോം ഗ്രൗണ്ടിൽ അടി പതറിയാൽ ഇവർക്ക് അതൊരു ദുരന്തമായി തീരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് എനിക്ക് തോന്നുന്നത്. ഇനി CSKയുടെ പ്ലേയിങ് 11നെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? CSK ഒരു കപ്പ് അടിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.